حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. അതിനോട് വിട പറയുന്നത് ഏറ്റവും നല്ല രൂപത്തിലായി തന്നെ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും നല്ല അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം. റമദാൻ നോമ്പൊക്കെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആത്മവിശുദ്ധിയാണ്, തഖ്വയാണ്, ഭയഭക്തിയാണ്. അവസാനത്തെത്തുമ്പോൾ അത് കുറയുമെങ്കിൽ നമ്മൾ ഫലം കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കണം. റമദാനിലേക്ക് വിടവാങ്ങാനിരിക്കവേ ഉണ്ടായിരുന്നതിനേക്കാൾ നമ്മുടെ ഈമാൻ ദുർബലപ്പെട്ടുവെങ്കിൽ, കർമ്മങ്ങളിൽ ഭംഗം കണ്ടു തുടങ്ങുന്നുവെങ്കിൽ വേണ്ടതുപോലെ ഫലപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഞാനൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിന് നമ്മൾ ആ രാവിലെ പ്രതിഫലവും നന്മയൊക്കെ കിട്ടാൻ വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 3 രാവുകൾ കഴിഞ്ഞുപോയി. ഇനിയുള്ളത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. നന്നായി ലൈലത്തുൽ ഖദറിന് വേണ്ടി ആ രാത്രിയിലെ എല്ലാ ഹൈറുകളും കിട്ടുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. അല്ലാഹു തആല പറഞ്ഞതുപോലെ അത് ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഖൈറാണ്. ഒരു മനുഷ്യൻ 83 വർഷത്തിലധികം ഇബാദത്തിന് വേണ്ടി മാറിയിരുന്നാൽ പരിശ്രമിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുന്നത്. ഇതൊക്കെ ദുർബലരായ ധാരാളം തെറ്റുകളും വീഴ്ചകളും വരുത്തുന്ന നമ്മൾ പോലുള്ള മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആനുകൂല്യമാണ്. ജീവിതത്തിൽ ഒരുപാട് നാളുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. തെറ്റുകളിലും തിന്മകളിലും നമ്മുടെ ജീവിതം പാഴാക്കി കളഞ്ഞിട്ടുണ്ടാകാം. ഇതിൽ കുറഞ്ഞ ചില സമയങ്ങൾ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു മനുഷ്യന്റെ ആയുസ് അതിൽ പണിയെടുക്കുന്ന അത്രയും നന്മ ഒരൊറ്റ ദിവസം കൊണ്ട് കിട്ടുമെങ്കിൽ കുറഞ്ഞ ഈ ദിവസങ്ങൾ നമ്മൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏതാനും ദിവസങ്ങൾ ഒന്ന് പരിശ്രമിച്ചാൽ, കൂടുതൽ നന്മകൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അത് നമുക്ക് വലിയൊരു വിജയം തന്നെയായിരിക്കും. അതുപോലെ ഈ രാത്രിയിലാണ് അടുത്ത ഒരു വർഷത്തെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ച കാര്യങ്ങൾ അത് ഈ ഭൂലോകത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി മലക്കുകൾക്ക് നിർദ്ദേശം നൽകുന്ന അവന്റെ കഥകൾ തീരുമാനിച്ചത് അറിയിപ്പ് കൊടുക്കുന്ന വർഷമാണ്. അതാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞത്. ഖദറിന്റെ അതിസ്ഥാനമുള്ള മഹനീയമായ നടക്കേണ്ട എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതായ കാര്യങ്ങളും അടുത്ത ലൈലത്തുൽ ഖദർ വരെയുള്ള കാര്യങ്ങളും മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്ന രാത്രി കൂടിയാണ്. വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ആ രാത്രിയെ കാണണം. കാരണം ആ രാത്രിയിൽ തീരുമാനിക്കപ്പെടുമ്പോൾ നമുക്കറിയില്ല നമ്മുടെ അജൽ മൗത്ത്. അടുത്ത ഒരു ലൈലത്തുൽ ഖദറിന് മുന്നോടിയായി നമ്മുടെ റൂഹ് എടുക്കാനുള്ള ഉത്തരവ് അതിലുണ്ടോ എന്ന് നമുക്കറിയില്ല. എല്ലാ സൃഷ്ടികളുടെ കാര്യവും അതിലുണ്ട്, എല്ലാവരുടെയും. ഒരൊറ്റ ആളും അതിൽ നിന്ന് ഒഴിവല്ല. അപ്പൊ നമ്മൾ ഏറെ പ്രതീക്ഷിക്കേണ്ടതും വിനീതമാവേണ്ടതുമായ ഒരു രാത്രിയാണ്. അതിന് പ്രാധാന്യം കൂടുതൽ. അത് നമ്മൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. എത്രയോ ആളുകൾ റമദാനിൽ തന്നെ രോഗശയ്യയിലാണ്. രോഗം കൊണ്ട് നോമ്പെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയവർ, അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നോമ്പെന്ന ഇബാദത്തിന് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, പക്ഷെ എന്നിട്ടും അസുഖം കാരണം ഒഴിവാക്കിയ ആളുകളുണ്ട്. നമുക്ക് ഇപ്പോൾ ആഫിയത്തുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യത്തെ ഫലവത്തായി ഉപയോഗപ്പെടുത്തുന്നതാണ് ബുദ്ധി. അത് നഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു നൽകിയ ഈ ആരോഗ്യവും ആഫിയത്തൊക്കെ ഉപയോഗപ്പെടുത്തി പരമാവധി നമ്മുടെ പരലോകത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുക, പരിശ്രമിക്കുക. എത്ര വേഗമാണ് നമ്മുടെ ആയുസ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത്. ഇതൊരു തതിക്കലാണ്, നമുക്ക് ഓർമ്മപ്പെടുത്തലാണ്. ഓരോ റമദാനും കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ റമദാൻ എത്ര പെട്ടെന്നായിരുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കൊരു വയസ്സ് കൂടിയെന്നാണ്. ഓരോ റമദാനും കഴിയുമ്പോൾ നമ്മൾ പ്രായാധിക്യത്തിലേക്ക് പ്രായം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ഫാസ്റ്റ് ഇത്ര വേഗത്തിൽ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതിവേഗം നമ്മൾ മൗത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചാൻസ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ നീട്ടി വെക്കാൻ പാടില്ല.
അതുകൊണ്ട് ഈ അവസാന നിമിഷത്തിൽ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. എല്ലാ സത്കർമ്മങ്ങളുടെയും അവസാനം പാപമോചനത്തിനായാൽ ആ കർമ്മം കബൂലാക്കപ്പെടാൻ അത് മതിയാകും. തെറ്റുകുറ്റങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിൽ ചെയ്ത അമലിൽ തന്നെ മറ്റു തെറ്റുകൾക്ക് പുറമെ ചെയ്യുന്ന ഇബാദത്തിൽ തന്നെ ഒരുപാട് സ്കലിതങ്ങൾ ഉണ്ടാകും. നമ്മളൊക്കെ പറഞ്ഞതുപോലെ കൃത്യമായി ചിലപ്പോൾ പാലിച്ചിട്ടാവില്ല ചെയ്യുന്നത്. നമ്മുടെ ഇബാദത്തുകളിൽ ധാരാളം സ്കലിതങ്ങൾ നമുക്ക് അറിഞ്ഞതും അറിയാത്തതൊക്കെ ഉണ്ടാകും. അതൊക്കെ പരിഹരിക്കപ്പെട്ട് അല്ലാഹു തആല കബൂലാക്കിയെങ്കിൽ മാത്രമേ അതിന്റെ അജ്ർ നമുക്ക് മുകളിലേക്ക് കിട്ടും. അത് തരേണ്ടത് അല്ലാഹുവാണ്. അമലുകൾ സ്വീകരിക്കുന്നത് പോലും അല്ലാഹുവിന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്. നമ്മൾ അമൽ ചെയ്തു കഴിഞ്ഞു അങ്ങനല്ല. നമ്മൾ ചെയ്ത അമൽ സ്വീകരിക്കണോ വേണ്ടയോ എന്നതുപോലും അള്ളാഹുവിന്റെ ഔദാര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കും. നമ്മുടെ തഖ്വയും നമ്മുടെ സൂക്ഷ്മതയും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കേണ്ട മനസ്സിന്റെ സമർപ്പണ ബോധം ഇതൊക്കെ കണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കണം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകളിൽ നിന്നാണ് അള്ളാഹു തആല സ്വീകരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലുണ്ടാക്കണം. ഇസ്തിഗ്ഫാർ, മാപ്പ് ചോദിച്ചിട്ട് അള്ളാഹു ഇതൊക്കെ നീ സ്വീകരിക്കണം എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇസ്തിഗ്ഫാർ പ്രധാനമാണ്. ഒരു വെറും വാക്കായി കണ്ടത് നമ്മുടെ സമയങ്ങൾ ഖുർആൻ പാരായണം കഴിഞ്ഞ് മറ്റുള്ള സമയം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക. കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാഹുവേ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, എനിക്ക് എന്റെ തൗബ സ്വീകരിക്കണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബിൽ നിന്ന് ഒരു കവചമാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ ഓർമ്മപ്പെടുത്തിയ കാര്യമുണ്ട്. അല്ലാഹുവിന്റെ അദാബ് വരാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ അല്ലാഹു തആല എടുത്തു പറഞ്ഞു. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, നബിയെ നിങ്ങൾ അവരിൽ ഉണ്ടായിരിക്കെ അല്ലാഹു ശിക്ഷിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് കൊണ്ട് ആ ഉമ്മത്തിന് ഒരു അമാനാണ്, നിർഭയത്വമാണ്. നമ്മൾ ചിന്തിച്ചാലോ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ ജീവിച്ചിട്ടുണ്ടോയില്ല, നമ്മളെ വഫാത്തായി. അപ്പൊ ആ കവാടം ശിക്ഷ തടയപ്പെടാനുള്ള ആ ഒരു കാരണം നമുക്ക് പോയി, മദീനയിൽ വഫാത്തായി. പക്ഷെ അല്ലാഹു തആല അവിടെ നിർത്തിയില്ല. രണ്ടാമത്തെ ഒരു അമാന കൂടി നമുക്ക് തന്നിട്ടാണ് പോയിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു നിർഭയത്വം അത് അല്ലാഹു തആല പറഞ്ഞു, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ പാപമോചനം ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ശിക്ഷിക്കില്ല. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെങ്കിൽ അല്ലാഹു ശിക്ഷിക്കില്ല. രണ്ട് നമ്മൾ അല്ലാഹുവിനോട് മാപ്പിരക്കുന്നുവെങ്കിൽ, തെറ്റ് ചെയ്യുമെങ്കിലല്ല, തെറ്റ് സഹജമാണ്, പക്ഷെ തെറ്റിൽ നിന്ന് മാപ്പിരക്കുന്നുവെങ്കിൽ, ഇസ്തിഗ്ഫാർ ചെയ്യുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുന്നവനല്ല എന്ന് നമുക്ക് വാഗ്ദാനം തന്നിരിക്കാം. അപ്പൊ അത് വ്യക്തികളാകട്ടെ സമൂഹമാകട്ടെ അതിന്റെയൊക്കെ സുരക്ഷിതത്വം ഇസ്തിഗ്ഫാർ ഉണ്ടെങ്കിൽ നടക്കും. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാം, പാപമോചനം ചെയ്തുകൊണ്ടേയിരിക്കും. ദുനിയാവിലെ തന്നെ ഒരുപാട് കുടുസതകളിൽ നിന്ന് നമുക്ക് എളുപ്പമുണ്ടാക്കാൻ അതൊക്കെ കാരണമാണ്. നിങ്ങൾ അല്ലാഹുവിലേക്ക് പാപമോചനം നടത്തുകയും പശ്ചാത്തലിച്ചു മടങ്ങുകയും ചെയ്യും. ഇത് റസൂൽ ജനതയെ ക്ഷണിച്ചതാണ്. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഒരു നിശ്ചിത അവധി വരെ, ദുനിയാവിൽ ജീവിക്കുന്ന കാലം വരെ, അതൊരു അവധി, ആ കാലം വരെ നല്ല വിഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ദുനിയാവിന്റെ കാര്യങ്ങൾ നന്നാക്കി തരും ആഖിറത്തിന് പുറമെ. അപ്പൊ പാപമോചനം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റ് ഒഴിവാക്കുക, അതിൽ നിന്ന് അല്ലാഹുവിനോട് മാപ്പിരക്കുക, ചെയ്തതിന് മാപ്പിരക്കുക. തൗബയാകുമ്പോൾ ആ തെറ്റ് നമ്മൾ ബോധ്യപ്പെട്ട കാര്യത്തിൽ നിന്ന് നമ്മൾ വിടുതല ചെയ്യുക, അതിന് മാറി നിൽക്കുക, ഇനി ആവർത്തിക്കുക എന്നുള്ള ഒരു ബോധത്തെ മനസ്സിൽ കൊണ്ടുവരാം. അപ്പൊ റമദാനിന് മുമ്പ് പല തെറ്റുകുറ്റങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ റമദാനെ അടുത്തും ശുദ്ധീകരിച്ചു. ഇത് നിലനിർത്തണം എന്ന ഉറച്ച തീരുമാനം നമ്മുടെ എല്ലാം മനസ്സിലും പറഞ്ഞു. ഇനി അതിലേക്കില്ല, ഒരു തിരിച്ചു പോക്കില്ല എന്ന മനസ്സിന്റെ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കാര്യത്തിൽ ഉണ്ടാകണം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എല്ലാവർക്കും അവരുടേതായ ഫദ്ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇസ്തിഗ്ഫാറിലൂടെ ഉയർന്ന കാര്യങ്ങളാണ്. മറ്റൊരു ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാ. ആകാശത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൃദ്ധമായി മഴ ചൊരിയാമെന്നാണ്. ഈ വെള്ളമാണ് ഭൂമിയുടെ ജീവൻ തന്നെ. സസ്യങ്ങളും കൃഷികളും ഒക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യരും കന്നുകാലികളും ഒക്കെ ജീവിക്കുന്നതും ഈ ജലത്തിന്റെ നിലനിൽപ്പ് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തന്ന് അനുഗ്രഹിക്കുന്നു പറഞ്ഞു. വയസിദുകും ഖുവതൻ ഇലാ ഖുവതികും. നിങ്ങളുടെ ശക്തിക്ക് പുറമെ അല്ലാഹു വീണ്ടും ശക്തി, കരുത്ത് പ്രദാനം ചെയ്യുന്നതാണ്.
അത് വ്യക്തികളിലാകട്ടെ സമൂഹത്തിനാകട്ടെ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ ആ ഉമ്മത്തിന് കരുത്ത് ശക്തി അല്ലാഹു തആല പകരും. ദുനിയാവിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇസ്തിഗ്ഫാർ ഒറ്റ മുന്നിലേക്ക് കാണുക. എന്തെല്ലാം കാര്യങ്ങൾക്ക് പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. നമ്മൾ ദുനിയാവിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പലതിനും കാരണം നമ്മുടെ തെറ്റുകളാണ്. പല മുസീബത്തിന്റെയും പ്രശ്നം അടിസ്ഥാന കാരണം നമ്മൾ സമ്പാദിച്ചതാകാം. അത് പോയി കഴിഞ്ഞാൽ പകരം അല്ലാഹു തആല അനുഗ്രഹിക്കുന്നതാണ്. അപ്പൊ അത് പോകണമെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പൊ നമ്മൾ പാപമോചനം അല്ലാഹുവിനോട് നടത്തിക്കൊണ്ടേയിരിക്കുക. അതാണ് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമതായി ഈ അവസാന നാളിൽ നമുക്കറിയാം സകാത്തുൽ ഫിത്ർ. അത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി നമ്മൾ നിർവഹിക്കേണ്ടതാണ്, നിർബന്ധ ദാനം. അത് ഫറദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഫറദാക്കി. അപ്പൊ അത് ഓരോ മുസ്ലിമിനും ഫറദാണ്. ആ മുസ്ലിമിന്റെ കീഴിൽ ഉള്ള എല്ലാവർക്കും, അത് ചെറിയ മക്കൾക്കാണെങ്കിലും ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും ഒക്കെ, ആ വീട്ടിൽ നിന്ന് എല്ലാവരും ഓരോ വ്യക്തിക്കും ഒരു സ്വാബ് ആ നാട്ടിലെ മുഖ്യമായ ആഹാരം ഭക്ഷ്യവസ്തു ദാനമായി, നിർബന്ധ ദാനമായി നൽകണം. എന്തിനാണ്? നോമ്പുകാരന്റെ ഒരു ശുദ്ധീകരണമാണത്. അവരിൽ വന്നുപോയ തെറ്റുകൾക്ക് ഒരു പ്രായശ്ചിത്തം എന്നോണം സകാത്തുൽ ഫിത്ർ നൽകുന്നു. 2 തുഅമത്തൻ ലിൽ മസാക്കീൻ, പാവപ്പെട്ടവന് അതിൽ ഭക്ഷണം. അപ്പൊ കൊടുക്കുന്നവന് ശുദ്ധീകരണമാണ്, കഫാറത്താണ്. അത് കിട്ടുന്ന പാവപ്പെട്ടവന് ഭക്ഷണമാണ്. അപ്പൊ അത് കൊടുക്കേണ്ടത് പാവപ്പെട്ടവർക്കാണ്. സകാത്തുൽ ഫിത്റിന്റെ സമയമാകുമ്പോൾ ഒരുപാട് തരും. അപ്പൊ അതെങ്ങനെയെങ്കിലും കൊടുത്തൊഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ആകരുത്. അത് അർഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ കൊണ്ട് എത്തിക്കുക. കാരണം മസാക്കീങ്ങൾക്കാണ് സകാത്തിന്റെ അർഹതയുള്ളത്. പാവപ്പെട്ടവർക്കാണ്, ഫുഖറാക്കൾക്കും മസാക്കീൻ ദരിദ്രർക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സക്കാത്തുൽ ഫിത്ർ അവരിലേക്ക് എത്തിച്ചാൽ അത് ശരിയായി. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നത്, കൃത്യമായി അത് നിർവഹിക്കണം. അതൊരു ഇബാദത്താണ്. അത് ശറഅ് നിശ്ചയിച്ചതുപോലെ തന്നെ നിർവഹിച്ചാലേ നമുക്കതിന്റെ കൂലി കിട്ടും. നമ്മുടെ ഫറദ്, നമ്മുടെ ബാധ്യതയിൽ നിന്ന് വീടും എപ്പോഴും ബാക്കിയാവും. അതുകൊണ്ട് അത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. പാവപ്പെട്ടവർക്ക് നമ്മൾ ചിന്തിക്കുന്നത് ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ, അത് കിട്ടിക്കോട്ടെ, നമ്മൾ നോക്കേണ്ട കാര്യമല്ല. നമ്മൾ കൊടുക്കുന്ന വ്യക്തി പാവപ്പെട്ടവനാണെങ്കിൽ അത് മതി. ചില കുടുംബമാണ്, അയൽപ്പക്കമാണ് എന്ന് കരുതി ഇപ്പം 5 പാക്കറ്റ് ഉണ്ട്, 10 പാക്കറ്റ് ഉണ്ട്, എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കാം എന്ന രൂപത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സാഹചര്യം കുടുംബ സൗകര്യങ്ങൾ ഉണ്ടാകരുത്. പല മഹല്ലുകളിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സക്കാത്തുൽ ഫിത്ർ കളക്ട് ചെയ്തിട്ട് മഹല്ല് നിവാസികൾക്കൊക്കെ വിതരണം ചെയ്യുക. അപ്പോൾ മഹല്ല് നിവാസികളിൽ പാവപ്പെട്ടവരും പൈസക്കാരനൊക്കെ ഉണ്ടാകും. അത് ശരിയാവില്ല. സക്കാത്തുൽ ഫിത്ർ അതിന്റെ അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരു സാഹാണ്, അത് കിലോഗ്രാമിലേക്ക് കണക്കാക്കുമ്പോൾ 2-3 കിലോ ഒക്കെയാണ് നമ്മൾ നിർവഹിക്കാറുള്ളത്. അത് അങ്ങനെ തന്നെ സൂക്ഷ്മതയ്ക്ക് കൊടുത്താൽ മതിയാകും. 2-3 ഒക്കെ അത് സ്വാദ് ഒരു അളവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തിൽ ഒരു അളവാണ്. അത് കിലോഗ്രാമിലേക്ക് കൊണ്ടുവരുമ്പോഴേക്ക് ചെറിയ വ്യത്യാസങ്ങൾ കാണും. അത് നമ്മൾ സൂക്ഷ്മത പരമാവധി സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കുക. 2.5 മുതൽ കൊടുത്തു തുടങ്ങുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലരൊക്കെ പറയാറുള്ളതുപോലെ സക്കാത്തുൽ ഫിത്ർ കൊടുക്കുമ്പോൾ അതിൽ ആളുകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സക്കാത്തുൽ ഫിത്റിന്റെ പൈസ കൊടുക്കുന്ന രീതിയുണ്ട്. അത് ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ല. മറിച്ച് ആ പണം കൊണ്ട് നമ്മൾ ധാന്യം വാങ്ങി, ഭക്ഷ്യവസ്തു വാങ്ങി കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷ്യവസ്തു എന്ന് പറഞ്ഞാൽ മുഖ്യ ആഹാരമാണ്. ആളുകൾ പ്രധാനമായും അവരുടെ വിശപ്പടക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് കൊടുക്കുന്നത്. ചിലര് അതിന്റെ കൂടെ ഓയില്, പിന്നെ മുളക്, മല്ലി ഇങ്ങനത്തെ ആളുകൾ കൊടുക്കലുണ്ട്. അതൊരു ശരിയായ രീതിയല്ല, സുന്നത്ത്. അത് ഐച്ഛികമായി വേണമെങ്കിൽ ചെയ്യാം. സക്കാത്തുൽ ഫിത്റിന്റെ സംഖ്യ കൊണ്ട് ഇങ്ങനെ ഒരു ഭക്ഷ്യക്കിറ്റ് വാങ്ങി മൊത്തം പച്ചക്കറിയും പിന്നെ ഓയിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്ന രീതി ചില മഹല്ലുകാർ ചെയ്യുന്നുണ്ട്. അത് തെറ്റായ നടപടിയാണ്, സുന്നത്തിന് വിരുദ്ധമാണ്. മറിച്ച് മുഖ്യ ആഹാരമാണ് നൽകേണ്ടത്. അത് അരിയാകാം. ആളുകൾ നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ ചോറ് വയ്ക്കാൻ കഴിക്കുന്ന ധാന്യാഹാരം നമുക്ക് വാങ്ങി അതാണ് ഒരു സ്വാദ് കൊടുക്കേണ്ടത്. പ്രത്യേകം നമ്മൾ അത് ശ്രദ്ധിക്കണം. 4-മതായി സൂചിപ്പിക്കാനുള്ളത്, പെരുന്നാൾ അടുക്കുന്നു. റമദാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണ്. പെരുന്നാൾ ആഘോഷത്തിൽ ഒരിക്കലും അതിനുവിടുന്ന സാഹചര്യം സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് വസ്ത്രമൊക്കെ വാങ്ങുമ്പോൾ അത് ഇസ്ലാമികമായിരിക്കാൻ വേണ്ടി എല്ലാവരും പിന്നെ ഉസ്താദുമാരെ പോലെ നടക്കണമെന്നില്ല. ഇസ്ലാമിക വസ്ത്രം എന്ന് പറഞ്ഞാൽ ഉസ്താദ് നടക്കുന്നത് പോലെ എന്ന് ധരിക്കേണ്ടതില്ല. പക്ഷെ മാന്യമായിരിക്കുന്ന വസ്ത്രം, ഇസ്ലാം സമ്മതിച്ചതാക്കണം വസ്ത്രം. ഔറത്ത് മറയുന്നതാക്കണം. കോമാളി വേഷം നമ്മൾ കേൾക്കാൻ പാടില്ല. ചെറുപ്പക്കാരൊക്കെ പെരുന്നാളായി കഴിഞ്ഞാൽ വേറൊരു കോലമാണ്. മുസ്ലിമിനെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ഹെയർ സ്റ്റൈൽ മാറ്റി
വസ്ത്രവിധാനങ്ങളിലൊക്കെ വല്ലാത്തൊരു പോലെ അതൊരിക്കലും നമുക്കൊരു മുസ്ലിങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ്. പിതാക്കന്മാർ മക്കൾക്ക് ഈ വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ കോമാളി വേഷം കിട്ടുന്ന അവളെ കണ്ടാൽ തന്നെ ഒരു മാന്യത അതിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. നമ്മൾ വസ്ത്രം ധരിക്കുന്നതിനാണ്. വസ്ത്രം ധരിക്കുന്ന ഷർട്ട് ധരിക്കുന്ന വസ്ത്രം എന്നുള്ളത് അവന്റെ ഔറത്ത് മറയ്ക്കുന്നത് ഏറ്റവും പ്രധാനം, നഗ്നത മറയ്ക്കുക. അല്ല, മനുഷ്യന് മൃഗത്തെ പോലെയല്ല, അവന് മാന്യത ഉണ്ട്. ആ മാന്യതയുടെ ഭാഗമാണ് ഷറ നിശ്ചയിച്ചതുപോലെ അവന്റെ ഔറത്ത് മറയ്ക്കുക, അത് പരസ്യപ്പെടുത്താൻ പറ്റുക. രണ്ട്, അവൻ അത് ധരിക്കുന്നതിലൂടെ ഒരു ഗാംഭീര്യം, പിന്നെ മാന്യത അവൻ കാത്തു സൂക്ഷിക്കും. ഇത് നഷ്ടപ്പെട്ടാലോ? ഇന്ന് പല വസ്ത്രങ്ങളും നഗ്നത മറയുന്നില്ല. പല വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ അവന്റെ മാന്യതയും ഗാംഭീര്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കോമാളി വേഷം ഇത് പെൺകുട്ടികൾക്കുണ്ട്. പെൺകുട്ടികളും പെരുന്നാൾ ദിവസമായി കഴിഞ്ഞാൽ അതിനു മുമ്പ് തന്നെ ചിലപ്പോൾ അത്യാവശ്യം മാന്യമായി നടന്ന മദർസയിലും ഒക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നന്നായി നടന്ന കുട്ടികൾ പെരുന്നാൾ ദിവസമാകുമ്പോൾ വേറെ പ്രത്യേക വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്ന രീതിയുണ്ട്. അതുപോലെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന രീതിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും വരരുത്. നമ്മൾ റമദാനിൽ ചെയ്ത അമലുകളൊക്കെ അതൊക്കെ പാഴായി പോയോ എന്ന് തോന്നുന്ന രൂപത്തിലാണ് ആളുകളുടെ പോക്ക്. അതൊന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവിശ്വാസികളോട്, അന്യമതസ്ഥരോട്, അധർമ്മകാരികളോട് സദൃശ്യപ്പെടുന്ന ഡ്രസ്സ് ധരിക്കരുത്. രണ്ട് കാര്യങ്ങൾ. അന്യമതസ്ഥരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ധരിക്കുന്ന ഡ്രസ് കോഡുകൾ, കളറാകാം, വസ്ത്രത്തിന്റെ രീതിയാകാം, ഷേപ്പാകാം, ഇതൊന്നും നമ്മൾ ധരിക്കാൻ പാടില്ല. അന്യമതസ്ഥരുടെ രീതിയാണെങ്കിൽ നമ്മൾ എടുക്കരുത്. രണ്ട്, അന്യമതസ്ഥരിൽ മാത്രം പരിമിതമല്ല വിലക്ക്. അധർമ്മകാരികളുടെ ഫുസാക്കുകളുടെ രീതി നമ്മൾ സ്വീകരിക്കരുത്. അപ്പൊ അവരുടെ ഡ്രസ് കോഡ് സ്വീകരിക്കുമ്പോൾ പ്രത്യേകം ചില സിനിമാ താരങ്ങൾ ട്രെൻഡാക്കി കൊണ്ടുവന്നതാകാം, ചില കായിക താരങ്ങൾ ട്രെൻഡാക്കിയതാകാം. അത് അങ്ങനത്തെ ഒരു വിഭാഗമേ ധരിക്കുമെങ്കിൽ നമ്മൾ ധരിക്കാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ധരിക്കുന്നത് ഇത് സിനിമ സ്റ്റൈലാണെന്ന് കാണാൻ തന്നെ അറിയണമെങ്കിൽ അത് നമുക്ക് പാടില്ല. ഇത് ഇന്ന കായിക താരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഗായകന്മാർ അവരൊക്കെ ട്രെൻഡാക്കി സമൂഹത്തിൽ പ്രചരിച്ച് നമ്മൾ ഈ ട്രെൻഡുകളുടെ പിന്നാലെ പോകേണ്ടവരല്ല. വസ്ത്രം സൂചിപ്പിച്ചതുപോലെ ഔറത്ത് മറയ്ക്കാനും പിന്നെ മാന്യത കാത്തു സൂക്ഷിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇസ്ലാം യാതൊരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പെരുന്നാളിൽ ആദ്യം ആഘോഷങ്ങളിൽ അതിൽപ്പെടുന്ന ഒരു രീതി, സിനിമ, സംഗീതം ഇതൊന്നും ഉണ്ടാകാതെ നല്ല ശാന്തമായ ഇസ്ലാമികമായ ഈമാനികമായ ഒരു സാഹചര്യം നിലനിർത്തി തന്നെ നമ്മൾ പെരുന്നാളിനെ സ്വീകരിക്കണം. ഇപ്പോഴാണ് നമ്മൾ റമദാനിൽ ചെയ്തതൊക്കെ ശരിയായി എന്ന് മനസ്സിലാക്കാൻ പറ്റും. പെരുന്നാളായാൽ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. പെരുന്നാൾ യാത്ര പോയി നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. അതൊന്നും ഒരിക്കലും ഉണ്ടാക്കരുത്. എങ്ങനെ നമ്മൾ റമദാനിൽ ജമാഅത്തും പിന്നെ നമ്മുടെ നിസ്കാരവും ഒക്കെ നിലനിർത്തിയിരുന്നു അതുപോലെ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ആഘോഷങ്ങളുടെ പറഞ്ഞ് ഇബാദത്തുകൾ ഒഴിവാക്കാൻ നമുക്ക് ഇളവില്ല. നമ്മുടെ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് തന്നെ ഇബാദത്ത്. അന്ന് ഇബാദത്താണ്. അന്ന് ആ ദിവസത്തെ ആദരിച്ചുകൊണ്ട് സന്തോഷിക്കൽ ഇബാദത്താണ്. തന്റെ സഹോദരന്റെ പേരിൽ പുഞ്ചിരിക്കൽ, ഒന്ന് ഹസ്തദാനം നടത്തൽ, സലാം പറയൽ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറയൽ, ഇതൊക്കെ നമ്മുടെ ദീനിന്റെ ശിആറുകളിൽ പെട്ടതാണ്. ഇബാദത്തായിട്ടാണ് നമ്മൾ കാണുന്നത്. അതാണ് നമ്മുടെ ആഘോഷം. സന്തോഷവും ഗാംഭീര്യവും മാന്യതയും നിലനിർത്തുന്നതാണ് നമ്മുടെ ആഘോഷം. നമ്മൾ സ്വയം നിലവാര തകർച്ചയിലേക്ക് പോകുന്നതല്ല. പ്രിയപ്പെട്ട സഹോദരൻ, അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ സഹോദരങ്ങൾ അത്തരം ആ കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ നിന്നും നമ്മൾ വിലക്ക് ഏർപ്പെടുത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു പെരുന്നാളും അവസാനത്തെ പത്തിലെ എല്ലാ നന്മകളും നമുക്ക് രേഖപ്പെടുത്തട്ടെ. എല്ലാവിധ ഹിദായത്തും അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കട്ടെ. എല്ലാവിധ വലാലത്തും അല്ലാഹു നമ്മിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും നീക്കമാകട്ടെ.